നമസ്കാരം. അടുത്ത ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഒരു കോടതിയെ പറ്റിയൊക്കെ കള്ളം പറയുമോ? പറയില്ല. പക്ഷേ ഇവിടുത്തെ പത്രമുത്തശ്ശിമാർക്കോ ചാനലുകാർക്കോ കിട്ടാത്തൊരു വാർത്തയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി, എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, ആരെങ്കിലും പൊക്കിവിട്ടാൽ വീഴുന്നത്ര ശുദ്ധനോ പൊട്ടനോ ആണോ എന്ന് എനിക്ക് സംശയം ജനിപ്പിച്ച ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ശബ്ദ കച്ചവടക്കാരി കാണുന്ന ക്യാമറയിലൊക്കെ പറയുന്നത് കേട്ടില്ലേ? അതിജീവിത കൊച്ചിനോട് ക്രിസ്മസ് ആഘോഷത്തിന് വാ, എൻ്റെ നാട്ടിലെ വീട്ടിലിരുന്ന് ഞാൻ ആശ്വസിപ്പിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്രേ. അത് നന്നായി എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ മുഖ്യൻ. ആശ്വാസം നേടാനായി അതിജീവിത കൊച്ചിയെ മുഖ്യമന്ത്രിയുടെ പിണറായിയിലെ വീട്ടിൽ ചെന്നത്രേ. അരമണിക്കൂർ മുഖ്യമന്ത്രി ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചത്രേ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ കണക്ക് ഈ ശബ്ദ കച്ചവടക്കാരി റിട്ടയർഡ് കൂടെ പോയോ എന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോഴത്തെ പണി. ഇങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ പോകുന്നിടത്ത് ഈ അതിജീവിത കൊച്ചിനെയും കൊണ്ട് നടക്കലാണ് ഇപ്പം മുഖ്യ പണി. വേറെ പണിയൊന്നുമില്ല. ആർജവമുള്ള മനുഷ്യനാണെങ്കിൽ ഈ ഐറ്റംസിനോട് കടക്ക് പുറത്തൊന്ന് പറയേണ്ടതാണ്. പഴയ ഫ്ലാഷ് ബാക്ക് ആലോചിച്ചാൽ പഴയ കള്ള പീഡന കഥ മുഖ്യമന്ത്രി പ്രായം ഏറുന്നതിനാൽ മറന്നിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കടക്ക് പുറത്തൊന്ന് പറഞ്ഞാൽ. കാരണം തൃശ്ശൂരിൽ നിന്നൊരു കടം വാങ്ങിച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പീഡന കഥയുമായിട്ട് വന്നൊരു പെങ്കൊച്ചിനെ പത്രസമ്മേളനത്തിന് മുഖം മൂടിയൊക്കെ വെച്ച് കൊണ്ടിരുത്തിയിട്ട് ഈ ശബ്ദ കച്ചവടക്കാരിയുടെ ഭാവപ്രകടനം കാണണമായിരുന്നു. ഇവളെ എന്നാലും പീഡിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ നാറ്റി, ആദ്യ പിണറായി സർക്കാരിനെ നാറ്റിയ ആളാണ്. അതിജീവിത കൊച്ച് സ്വന്തം അമ്മയല്ലല്ലോ ഈ ഇടിച്ചു കയറൽ കഥാപാത്രത്തിനെ അല്ലേ ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, KPS ലളിത ജീവിച്ചിരുന്നെങ്കിൽ സിദ്ധാർത്ഥ ഭരതനെ കണ്ടാൽ ഈ അതിജീവിത കൊച്ച് ചോദിച്ചു നോക്ക്, ഈ പെണ്ണമ്പിള്ളിയുടെ കൊണവധികാരം പറഞ്ഞു തരും. ഇല്ലെങ്കിലും മമ്മൂട്ടിയോടൊന്ന് തിരക്ക്. കണ്ടാൽ അറിയാത്തവൾ കൊണ്ടാൽ അറിയും എന്നാണ് എൻ്റെ അനിയത്തിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്. പറയാൻ വന്നത് ഈ അതിജീവിത കൊച്ചിൻ്റെ കഥയല്ല. പിന്നെയോ, അതിജീവിതമാർ ആണായാലും പെണ്ണായാലും എന്താണെന്നുണ്ട് എൻ്റെ സഖാവിന് അവരെയൊക്കെ ദത്തെടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുള്ള ആളാണ്. മുൻപ് കുറച്ച് നാൾ മുമ്പ് ഒരു മീൻ കച്ചവടക്കാരി കുട്ടിയെ അദ്ദേഹം ദത്തെടുത്തു. സിനിമ അതിജീവിതയോട് പറഞ്ഞതുപോലെ അവളോട് മുഖ്യം പറഞ്ഞു, ആരുമില്ല എന്ന് വിഷമിക്കേണ്ട, ഞാനുണ്ട്, കേരളമുണ്ട് എന്ന്. പിന്നെ എന്താ ഈ കാര്യങ്ങൾ എന്ന് മുഖ്യൻ ഓർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കൊച്ചവിടെ പോയെന്ന് ഇപ്പം അന്വേഷിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു പീറ ചെറുക്കൻ പൊന്തി വന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പറയും അവൻ്റെ ജാതി വെച്ചാണ് പറയണത്. ഞാൻ ജാതി വെച്ച് പറയുന്ന ആളല്ലേ. അലവരാതിത്തരം കാണിക്കുന്നവരെ ഞാൻ അംഗീകരിക്കില്ല, ബഹുമാനിക്കില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു ചെറുക്കൻ പെട്ടെന്ന് പാട്ടും പാടി റാപ്പും കോപ്പും എന്നൊക്കെ പറഞ്ഞ് പൊങ്ങി വന്നു. അപ്പോൾ അവൻ 4 ജമ്മിമാരെ തെറി വിളിച്ചാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സന്തോഷമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യം പറഞ്ഞാൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റി അടക്കമുള്ളവരുടെയാണ്. നമ്മൾ ഇതിൽ പറഞ്ഞാൽ കൂടുതൽ രാഷ്ട്രീയമായി ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. അപ്പോൾ തെറ്റായ വഴിയെ പോയാൽ തിരുത്തിക്കണം. പിന്നെയും അവൻ വഴിവിട്ട് പോയാൽ തള്ളിക്കളയണം. താങ്കൾ ഒരു മുഖ്യമന്ത്രി അല്ലേ എന്നാണ് ഈ പാട്ടുകാരന് കൊടുക്കുന്ന പിന്തുണ, സർക്കാരിൻ്റെ പിന്തുണ കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കൾക്ക് നിരന്തരമായി ഇപ്പോൾ തെറ്റുകൾ പറ്റുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. സദാ ജാതി പറയുന്ന ഒരു അവസരവാദിയെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിൽ അദ്ദേഹം ഗമയിൽ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് നടന്നല്ലോ ശബരിമലയിൽ, പമ്പയിൽ. പെരുന്ന സുകുമാരൻ നായരെയോ പുന്നല ശ്രീകുമാറിനെയോ കാന്തപുരം മുസലിയാരെയോ കാറിൽ കയറ്റിയിട്ടുണ്ടോ ഈ മുഖ്യൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇയാളെക്കാൾ ഫോർ ബെറ്റർ അല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ? അവരെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കാർ നമ്പർ 1 കയറ്റിയിട്ടില്ല. ഒരിക്കലും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. എന്നാൽ ഈ ജാതി കോമരത്തെ കാറിൽ കയറ്റി ക്യാമറകൾക്ക് മുന്നിൽ കൊണ്ടിറക്കി വിട്ടിട്ട് കണ്ടോടാ എൻ്റെ ഒപ്പം ആരാണ് എന്ന മട്ടിൽ അളിഞ്ഞ ഒരു ചിരിയുമായി പോകുന്നത് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയതിൽ സത്യമായിട്ട് എൻ്റെ തൊലി ചുളിഞ്ഞു പോയി എന്ന് ഞാൻ പറയും. അത് സഖാവിന് പിടിച്ചാലും ശരിയില്ലെങ്കിലും ശരി. പറഞ്ഞു വന്നതിൽ നിന്ന് വീണ്ടും വഴിമാറി. മേളിൽ പറഞ്ഞവരാരും താങ്കളുടെ കാറിൽ കയറാൻ വരില്ല. കാരണം സ്വന്തം സമുദായത്തോടും സ്വന്തം ആത്മാഭിമാനത്തോടും മതിപ്പുള്ളവരാണ് ഞാൻ ഈ പറഞ്ഞ സുകുമാരൻ നായരായാലും ശരി, പുന്നല ശ്രീകുമാറായാലും ശരി, കാന്തപുരം മുസലിയാരായാലും ശരി. അങ്ങനെ സ്വന്തം ജാതിയോടും സ്വന്തം സത്വത്തോടും സ്വാഭിമാനമുള്ളവർ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഫാഷൻ പരേഡിനൊന്നും വരില്ല. ഒരമ്മ പെറ്റ അനുജനും ജ്യേഷ്ഠനും പോലെ കാണേണ്ടതല്ലേ
CPIയെയും CPMനെയും എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. CPI എന്ന പാർട്ടിയെയും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ബിനോയ് വിശ്വം എന്ന കറകളഞ്ഞ മാന്യനെയും തെറി പറഞ്ഞിട്ട് ഈ കാറിൽ കൊണ്ടു നടക്കുന്ന അല്പനെ എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ നേതാവ് കമാന്ന അക്ഷരം കൊണ്ട് ശാസിച്ചില്ല. നാളെ MA ബേബി സഖാവിനെ ഇയാൾ തന്തയ്ക്ക് പറഞ്ഞാലും ഇത് തന്നെയാകും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നാണ് എനിക്ക് വിശ്വാസം. പെണ്ണുപിടിയിൽ മാസ്റ്റർ ഡിഗ്രിയും ലഹരി ഉപയോഗത്തിൽ ഡോക്ടറേറ്റും പുലിനഖം മഴു കണക്കിൽപ്പെടാത്ത കാശ് കൂടെ ഗുണ്ടാസംഘം ഇവയൊക്കെ കൊണ്ടുനടക്കുന്ന ചെറുക്കനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമല്ലേ എൻ്റെ നേതാവിന് എന്ന് ഞാൻ തുറന്നു ചോദിക്കുന്നു. അവൻ മറ്റേ മാങ്കൂട്ടത്തിൻ്റെ അപ്പൂപ്പനായി വരും പെൺവിഷയത്തിൽ. നമ്മുടെ ശബ്ദ കച്ചവടക്കാരി പറയും പോലെ ഉഭയസമ്മത പ്രകാരം ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് നശിപ്പിച്ച് കുളമാക്കി എന്ന് പറഞ്ഞാൽ അവൾ പരാതി കൊടുത്തതിനെ പറ്റി ഈ ശബ്ദം വയ്ക്കുന്നവൾ പറഞ്ഞതാണ്. ഉഭയസമ്മത പ്രകാരം, ഈ ഉഭയസമ്മതമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അതിനെ ന്യായീകരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഉഭയസമ്മത പ്രകാരം എന്ന് ന്യായീകരിച്ചു. പക്ഷേ ഈ എന്താ പറയുക, അല്പൻ ചെറുക്കൻ കാമവ്രിയനാണ് എന്ന് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഓർക്കുന്നത് നല്ലതാണ്. സ്റ്റേറ്റ് ഗസ്റ്റെങ്കിലും ആക്കരുത് ഇനിയെങ്കിലും എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. എനിക്ക് നാണം തോന്നുന്നു ഈ ചെറുക്കനെ കൊണ്ടു കിടക്കുന്ന കാണുമ്പോൾ. പിള്ളയല്ലേ, കുറച്ച് വലിച്ചാൽ കുഴപ്പം തന്നു കേൾക്കുന്ന സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് ഭരിക്കുമ്പോൾ നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞങ്ങൾ സ്റ്റേറ്റിൻ്റെ പ്രോഗ്രാം തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ പുലിതുകം പിടിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വനം വകുപ്പ് മന്ത്രി ശാസിക്കുന്ന കാണുമ്പോൾ ഈ സർക്കാർ എത്ര കഴിവുകെട്ട സർക്കാരെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യം ചെകഞ്ഞു നടക്കുന്ന ഒരു പത്രവും ഒരു ചാനലും അറിയാത്ത താങ്കളുടെ രഹസ്യ പോലീസ് താങ്കളെ അറിയിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് എനിക്ക് ഇന്ന് ഈ പ്രോഗ്രാമിൽ പറയാനുള്ളത്. 11 വയസ്സുള്ള, അണ്ടർലൈൻഡ് കേൾക്കണം, 11 വയസ്സുള്ള മലപ്പുറത്തുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ, പോക്സോ കേസിൽ ഈ കഴിഞ്ഞ 7-ാം തീയതി, ഈ ജനുവരി 7-ാം തീയതി ഈ പറഞ്ഞ ആസ്ഥാന ഗായക തെമ്മാടിയെ കോടതിയിൽ എത്തിച്ചു പോലീസ്. ഇവ അവിടെ വന്നത് കാണണം, ഭയങ്കര രസമാണ്. കാക്കനാട് കോടതിയിലാണ്. എന്തുകൊണ്ടോ നമ്മളെ ചാനൽ മുത്തശ്ശിമാരൊന്നും, പത്രമുത്തശ്ശിമാരൊന്നും അറിഞ്ഞില്ല, ഒരു ചാനലുകാരനും അറിഞ്ഞില്ല. ഇവിടെ ട്രോള് പരത്തി, ആകാശത്തോടെ പറത്തി ദിലീപ് മൂത്രം ഒഴിക്കുന്നു എന്ന് നോക്കുന്ന ചാനലുകാരും ഇതറിഞ്ഞില്ല. 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, കൊച്ചിനെ പീഡിപ്പിച്ച പരാതിയിൽ ഇവൻ കാക്കനാട് കോടതിയിൽ ജാമ്യം എടുക്കാൻ വന്നു. രസം എന്താണെന്നറിയോ, ഇവൻ ഈ കറുത്ത ഡ്രസ്സിട്ടല്ലേ നടക്കണേ, അവനെ പെറ്റിട്ടപ്പോഴേ അങ്ങനെയാണെന്ന് തോന്നുന്നു. കൂടെ 10 കറുത്ത ഡ്രസ്സിട്ടവന്മാരാണ് ബോഡി ഗാർഡ് ഈ വ്യഭിചാരിക്ക്. ഇവനും 10 പേരും കൂടി, അങ്ങനെ 11 പേര് കോടതിയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ആർജവമുള്ള 2 ചെറുപ്പക്കാർ ഇവനെ നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പി. ഇവൻ മൈൻഡ് ചെയ്തില്ല, അവന് മനസ്സിലായി അടി കിട്ടുമെന്ന്. അതുകൊണ്ട് അവൻ മിണ്ടിയില്ല. അവൻ്റെ കൂടെ നടന്ന ഈ മന്ദബുദ്ധികളായ 11 മിണ്ടിയില്ല. കോടതി കയറിയപ്പോൾ 11 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച മെടുക്കാ ഇരിക്കി എന്നൊന്ന് കസേര കൊടുത്തു ജഡ്ജ്. ഞാൻ കോടതി ലക്ഷ്യമൊന്നുമല്ല പറയുന്നത്, നടന്ന സംഭവം പറയാണ്. ഇവന് കസേര കൊടുത്ത് അവിടെ ഇരുത്തി 11 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ഈ അലവലാതിക്ക്. എന്നിട്ട് അന്ന് കോടതി സ്തംഭിച്ചു. ഈ 7-ാം തീയതി ക്ലർക്കുമാരും മറ്റവരും മറിച്ചവരും കോടതിയിലെ ഉദ്യോഗസ്ഥരും മുഴുവൻ വന്ന് നിൽക്കുകയാണ്. ഇവിടെ പീഡന വീരാ, നിന്നെ ഞാനൊന്ന് കണ്ടോട്ടെ, ഒന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞ് ഈ ആണും പെണ്ണും വന്ന് കൂടിക്കിടക്കുകയാണ് ഈ ജഡ്ജിയുടെ ഈ കോർട്ടിനകത്ത്. വീര ആരാധനയോടെ കാണണം ഈ 11 വയസ്സുകാരിയെ നീ എങ്ങനെയാടാ പീഡിപ്പിച്ചേ എന്ന് കേൾക്കാനായിട്ട്. അവന് ഈ 11 ചട്ടമ്പിമാരെയും കൊണ്ട് കോടതിയിൽ വരാനുള്ള അവകാശമെന്ത് എനിക്കൊന്ന് അടിച്ച് പഞ്ചറാക്കും ആളുകൾ. അതുകൊണ്ടായിരിക്കും ഈ 10 ബോഡി ഗാർഡിനെയും കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ഈ കാർക്കിച്ച് തുപ്പിയന്മാരെ പക്ഷെ അവന്മാർ മിണ്ടിയതുമില്ല. പ്രതിക്കൂട്ടിൽ അവൻ ഇരിക്കാൻ കസേര അനുവദിച്ചു കോടതി. ക്ഷീണം കാണും, കാരണം ദിവസവും കാമവെറി കഥകളല്ലേ കേൾക്കണേ, ഓവർലോഡായിരിക്കും, അതുകൊണ്ട് ക്ഷീണം കാണും. 8-ാം തീയതി, 7-ാം തീയതി കഥയാണല്ലോ പറഞ്ഞത്, 8-ാം തീയതി അതായത് പിറ്റേന്ന് എടപ്പാളിലെ ഒരു കോടതിയിൽ മറ്റൊരു പീഡന കേസ്. 31-കാരിയായ ഒരു ടീച്ചറെ പീഡിപ്പിച്ചതാണ് കേസ്. പക്ഷേ പാട്ടുകാരൻ കോടതിയിൽ പാട്ടുകാരൻ്റെ വക്കീൽ അറിയിച്ചു, 7-ാം തീയതി കാക്കനാട് പോയി ജഡ്ജി കൊടുത്ത കസേരയിലൊക്കെ ഇരുന്ന് ജാമ്യമെടുത്തെങ്കിലും നല്ല ക്ഷീണം എൻ്റെ പാർട്ടിക്ക്, കാരണം വലിയ കുടിയൊക്കെ കാണുന്നു ഇപ്പോഴും, അതുകൊണ്ട് കേസൊന്ന് മാറ്റിവെക്കണം. അപ്പോൾ പാട്ട് സാർ വരാത്തതുകൊണ്ട് 7-ാം തീയതിയിലെ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ
കൂട്ടിലിരുന്ന് ക്ഷീണിച്ചു പോയതിനാൽ ഇവിടുത്തെ ജഡ്ജി പറഞ്ഞു അയാൾ ഹൃദയമുള്ളവനാണ്, അത്രയ്ക്ക് ക്ഷീണമാണെങ്കിൽ എറണാകുളം കാക്കനാട് കോടതി വരെ പോയി ക്ഷീണിച്ച കൊച്ചു പയ്യനല്ലേ, എടപ്പാൾ വരെ മോൻ യാത്ര ചെയ്ത് വരണ്ട, അവന് നീട്ടിക്കൊടുത്തു, ജാമ്യം എടുക്കാനുള്ള ഡേറ്റ് നീട്ടിക്കൊടുത്തു. ഈ നാട് പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചു. 11 വയസ്സുകാരിയായ ജീവിതമെന്തെന്നറിയാത്തൊരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചവനെ ജഡ്ജി കോടതിയിൽ കസേരയിലിരുത്തി അവന് ജാമ്യം കൊടുക്കുന്നു. പിറ്റേ ദിവസം എടപ്പാളിൽ 31 വയസ്സുള്ള ടീച്ചറെ പീഡിപ്പിച്ചതിന് ചെല്ലാനുള്ളതിന് കാക്കനാട് പോയി എൻ്റെ ക്ഷീണം കൊണ്ട് വരാൻ ഒക്കില്ല എന്ന് വക്കീൽ പറഞ്ഞു. വരണ്ട, അയ്യോ മോൻ വരണ്ട, മോൻ റെസ്റ്റ് എടുക്കട്ടെ, കാരണം ഇനി അവന് പീഡിപ്പിക്കാൻ പോകാനുള്ളതല്ലേ, നമുക്ക് കേസ് നീട്ടിവെക്കാം എന്ന് അവിടെ നീട്ടിവെച്ചു. അതിജീവിതയ്ക്കായി കരയണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും ഇതൊന്നും അറിയുന്നില്ല എന്ന് കരുതിക്കൊള്ളാൻ പറയുന്നു. അവൻ പീഡിപ്പിച്ച് വളരട്ടെ. അങ്ങനെ റാപ്പും കോപ്പും പീഡിപ്പും എല്ലാം കൂടി ചേർന്നുള്ള ഒരു മുഖം നമുക്ക് ആവശ്യമാണ്. കഴിയുമെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാവുമല്ലോ കുറേ, അതിലെവിടെയെങ്കിലും CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി അവനെ നിർത്തണം. കാരണം നമ്മളെ പാർട്ടി അങ്ങനെ വളരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ധാർമ്മികമായ രോഷം തോന്നുന്നു. 10 ചട്ടമ്പികളെയും കൊണ്ട് കോടതി വരിക, 11 പേരും കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് തല ഉയർത്തി പിടിച്ച് വരാൻ. 11 വയസ്സല്ലേ ഇപ്പം ഞാൻ പീഡിപ്പിച്ചുള്ളൂ, ഇനി അടുത്ത് അതിന് താഴെയുള്ള 5 or 6 വയസ്സുള്ള പീഡിപ്പിക്കും. ഏത് കോടതിയുടെ എന്നെ ശിക്ഷിക്കാനിരിക്കുന്നതെന്ന് ചോദിച്ച് അകത്ത് നെളിഞ്ഞ് കയറി ചെല്ലുമ്പം ഇരിക്കുമാനെ. പിന്നെ ആ ജഡ്ജി പാവം ചോദിച്ചില്ല, പീഡനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിട്ട് നടത്തിയാ എന്ന് ചോദിച്ചില്ല. കസേരയിലിരുത്തി അവന് ജാമ്യം കൊടുത്തു. അവൻ ആര്? പക്ഷെ നമ്മൾ പറഞ്ഞാൽ പറയും അവൻ ഉന്നത കുല ജാതനല്ലാത്തതുകൊണ്ട് ദിനേശ് ചീത്ത പറഞ്ഞു. ഞാനതൊന്നും പുല്ല് വകവയ്ക്കില്ല. കാരണം ജീവിതം ഒരു തുറന്ന പുസ്തകമായ സുഹൃത്തുക്കൾ മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ നിയമം. ആ നിയമത്തിൽ ചെന്നിട്ട് ശാന്തിവിളയ്ക്ക് അടുത്താണ് കുറുവാണി, അതിൻ്റെ അടുത്താണ് കൊളക്കുടിയൂർ കോണം. കൊളക്കുടിയൂർ കോണത്താണ് CPM-ൻ്റെ പൊന്നമംഗലം വാർഡ് മെമ്പറായിരുന്ന സഖാവ് ഷാജി താമസിക്കുന്നത്. ഷാജിയെ കണ്ടിട്ട് ചോദിക്കുക, ദിനേശ് ഒരു ജാതി കോമരമാണെന്ന്. അയാൾ ചിലപ്പോൾ അടിയില്ല, അയാൾ ഏക്കാനേക്കാളും മാന്യനായി നടക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഷാജി അടിക്കും. ഷാജിമാർക്കറിയാം ദിനേശിൻ്റെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകളെ തകർക്കുന്ന, അവരോട് ഒരു സന്ധിയും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വേടൻ എന്ന് പറഞ്ഞ അലവലാതിയെക്കുറിച്ച് പറയുമ്പോൾ ജാതീയമായി എന്നെ കോൺട്ര ചെയ്യാൻ ശ്രമിച്ചാൽ പുല്ലേ മാത്രമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ പത്രങ്ങളും എന്തുകൊണ്ട് അറിഞ്ഞില്ല കാക്കനാട് കോടതിയിൽ 11 വയസ്സായ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ഇവൻ ജാമ്യം എടുക്കാൻ വന്നെന്നും, പിറ്റേ ദിവസം എടപ്പാളിൽ 31 വയസ്സായ ഒരു ടീച്ചറെ പീഡിപ്പിച്ചതിൻ്റെ ജാമ്യം എടുക്കാൻ പോയില്ല എന്നും അറിയാത്തതെന്ത്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് കൊടുക്കാത്തതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും രഹസ്യാന്വേഷണ വകുപ്പ് മുഖ്യമന്ത്രിക്ക് അത് റെഫർ ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി അത് കണ്ടതായി ഭാവിച്ച് കാണില്ല. കാരണം നമ്മളെ പയ്യനല്ലേ, പീഡിപ്പിച്ച് വളരണം, പാർട്ടിയിൽ നാളെ നേതാവാകേണ്ടവനാണ്. യവനെ പിടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആക്കി കളയുമെന്നോ. കൂടുതൽ ഞാൻ പറയുന്നില്ല, എൻ്റെ സമയം മോശം. നന്ദി, നമസ്കാരം.